ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ്. എല്ലാവരും പുളിയിഞ്ചി ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നല്ല രുചിയുള്ള പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉണ്ടാക്കി നോക്കണം. സദ്യക്ക് മാത്രമല്ല, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും ചോറിന് സൈഡ് ഡിഷായിട്ട് കൂട്ടി കഴിക്കാം. ഈ ഒരു പുളിയിഞ്ചി ഉണ്ടെങ്കിൽ മീനോ ചിക്കനോ ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള പുളിയിഞ്ചി എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 150 ഗ്രാം ഇഞ്ചിയാണുള്ളത്. ഇതിപ്പം തൊലിയൊക്കെ കളഞ്ഞ് വരുമ്പോഴത്തേക്ക് 100 ഗ്രാമൊക്കെ കാണുള്ളായിരിക്കും. ഇതിപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്ത് വരട്ടെ. അപ്പം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഒരു 120-130 ഗ്രാമൊക്കെ വരും കേട്ടോ. അതിപ്പം ഇത്രയുണ്ട്. ഇപ്പം എല്ലാവരും അളന്നിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട്. ഞാൻ പക്ഷേ കൊത്തി അരിയുന്നില്ല. ഇനി ഇത് ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ അതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. സ്ക്വയർ പീസസ് ആക്കി മുറിച്ചതാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട്, ഒരുമിച്ച് ഒന്നിച്ചിടരുത്, ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ പ്രസ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയിട്ടില്ല, ചതഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് ഇതിപ്പോൾ കൊത്തി അരിഞ്ഞത് പോലെ തന്നെ ഉണ്ട്. ഒരുമിച്ചിട്ട് അരക്കരുത്, ചെറുതായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഇതിൽ വലിയ പീസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത പ്രാവശ്യം അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒന്ന് എടുത്തിട്ടാൽ മതി. പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഈ കൊത്തി അരിയലാണ്. കൊത്തി അരിയാൻ ബുദ്ധിമുട്ടില്ലാന്നുണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞ് എടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി ഞാൻ മുഴുവനും ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വലിയ പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഞാൻ വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ പുളിയുടെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല. ചില പുളിക്ക് പുളി കൂടുതലായിരിക്കും, പിന്നെ കുരുവൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അത് 50 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഇത് അങ്ങനെ കുരുവൊന്നും ഇല്ലാത്തതാണ്. കുറച്ച് വെള്ളത്തിലേക്ക് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. എന്നാലേ നമുക്ക് ഇത് കുതിർന്നിട്ട് നല്ല ജ്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കല്ലും ഒക്കെയുള്ള ശർക്കരയാണെങ്കിൽ നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. നല്ല ശർക്കരയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടാലും മതി. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇതൊരു 150 ഗ്രാം ശർക്കര ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇഞ്ചി എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെയാണ് ഞാൻ ശർക്കര എടുക്കുന്നത്. അപ്പം മധുരത്തിൻ്റെ അളവൊക്കെ പലർക്കും പലതരത്തിലായിരിക്കും. എനിക്ക് കുറച്ച് നന്നായിട്ട് മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചി എത്രയാണോ അതേ അളവ് തന്നെ ശർക്കര എടുക്കും. ഇപ്പം ഞാൻ കടായി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആദ്യം നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് കുറച്ച് കട്ട പിടിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അവർ ഈ ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞ് കളയും, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇഞ്ചിയുടെ നീര് പിഴിഞ്ഞ് എടുത്ത് മാറ്റും. അപ്പോൾ അതിൻ്റെ മട്ട അങ്ങ് പോയിക്കോളും. അപ്പോൾ അത്രയധികം അങ്ങോട്ട് പശിമ ഉണ്ടാവില്ല. അപ്പോൾ ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇളക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇഞ്ചി നീര് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണല്ലോ, നല്ല രുചിയും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് പതുക്കെ സിമ്മിലേക്കൊക്കെ വെച്ച് കൊടുക്കാം. ഇതിപ്പം കുറച്ച് കട്ട പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കുന്ന രീതി ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും സാധാരണ നമ്മൾ ഇളക്കുന്ന പോലെ അല്ല കേട്ടോ ഇത് ഇളക്കേണ്ടത്. ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോഴത്തേക്കും, ഇങ്ങനെ ഒരു പ്രാവശ്യം കുത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ പറ്റിങ്ങ് വരും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ആക്കുമ്പം പൊക്കി താത്തുമ്പോഴത്തേക്കും അതങ്ങ് തിരിഞ്ഞ് വന്നോളും. എന്താ സാധാരണ ഇളക്കുന്ന പോലെ ഇളക്കിയാൽ നമുക്കത് കറക്റ്റായിട്ട് എല്ലായിടത്തും ചൂട് കിട്ടുകയില്ല, മുരിഞ്ഞ് കിട്ടുകയില്ല. പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് എടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുത്താലും മതി. എല്ലാ ഇഞ്ചി ഇത്രയും ഒന്ന് കട്ട പിടിക്കില്ല കേട്ടോ. ഇതിപ്പം നല്ല പുതിയ ഇഞ്ചിയാണ്. അപ്പോൾ നല്ല മട്ടുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയ തന്നെ നോക്കി വാങ്ങിച്ചത്. നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയാൽ മതി. ആദ്യമേ ഒരുപാട് എണ്ണ ഒഴിച്ച് എണ്ണയിൽ മൂപ്പിച്ചൊന്നും എടുക്കണ്ട. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എനിക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സിമ്മിലിട്ട് വെച്ചിട്ട് പോകും. ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ഒന്ന് എടുത്തൊന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ടിങ്ങനെ
കുത്തി കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം പിന്നെ ഒന്ന് ഉരുണ്ട് വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ എടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേറെ സ്പൂണിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇങ്ങനെ കട്ട കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ സിമ്മിലേക്ക് ഇട്ടിട്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാനത് സിമ്മിലിട്ട് വെച്ചതാണ് കേട്ടോ. സിമ്മിലിട്ട് വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് ആയിക്കോളും. നന്നായിട്ടൊന്നിപ്പോൾ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കേൾക്കാം നമുക്ക്. ആ സമയമാകും. പിന്നെ അതേ സമയം തന്നെ ഇത് എണ്ണയൊക്കെ ഫുള്ളായിട്ട് ഇതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യമൊന്നും എണ്ണയൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ഇടുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് കേൾക്കാം. ഇഞ്ചിൻ്റെ ആ ഒരു കുത്തലുണ്ടാവില്ല, പക്ഷെ ആ ഇഞ്ചിയുടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ ഇഞ്ചിയുടെ ആ ഒരു ജ്യൂസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഒക്കെ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള ഉലുവ അത് ഇട്ടിട്ടുണ്ട്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിയിഞ്ചി അങ്ങ് ചീത്തയായി പോവേ. നമുക്ക് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കിയിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അധികം ആവേണ്ട, അധികം ആയാലും ഒരു രുചി ഉണ്ടാവില്ല. ഇതൊന്ന് മൂപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചൂടിൽ തന്നെ ഇരുന്ന് അതങ്ങ് മൂത്തുള്ളൂ. അതായാലും മതി. ഞാൻ ഒന്ന് കത്തിക്കുകയാണ്. കത്തിച്ചിട്ട് അതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി നമ്മൾ പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ശർക്കര പാൻ ആക്കിയതും ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ആദ്യം ഒരു മൊത്തം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഇഞ്ചി അത് പൊട്ടിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണം എന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് നന്നായിട്ട് പൊടിഞ്ഞതാണ് ഇഷ്ടം. ഇഞ്ചി കടിക്കുന്നതൊന്നും ഇവിടെ മോക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ പൊടിക്കും. ഇതിപ്പോൾ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. ഇത് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഈ ഇഞ്ചി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ പുളിയും മധുരവും ഒക്കെ ഒന്ന് നോക്കാം. ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പുളിയുണ്ട്, മധുരമുണ്ട്, എരിവുമുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ആ ഇഞ്ചിയുടെ ആ ഒരു രുചിയൊക്കെ നന്നായിട്ട് ഗ്രേവിയിലോട്ട് പിടിച്ച് നന്നായിട്ട് ഇതാകണം. അപ്പോൾ നമ്മൾ സിമ്മിലിട്ട് അടച്ചു വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ സിമ്മിലിട്ടിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ച് അതിലിരുന്ന് നന്നായിട്ടങ്ങ് വെന്ത് കുറുകി വരട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കുറേ കുറുകിയിട്ടുണ്ട്. ഒന്നുകൂടെ കുറുകണം കേട്ടോ. ചൂടെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ പുളിയിഞ്ചിയുടെ. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പും പുളിയും അടിപൊളി, കറക്റ്റാണ്. ഉപ്പ് പുളിയും മധുരവും ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി മധുരം വേണ്ട. ഞാൻ ആ ശർക്കര മാറ്റി വെച്ചില്ല. ഒരു ഇത്തിരി മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ കാണിച്ചാൽ എത്രയാന്ന്. ഒരു ഇത്തിരി മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പം എത്രയാണ് വെള്ളം ഉള്ളത് എന്നൊക്കെ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മൊത്തം 15 മിനിറ്റ്. ഇതിപ്പോൾ ഇരിക്കുമ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിന് എടുക്കുകയാണ്. ഞാൻ ഓഫാക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു 2 നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 നുള്ള് ഉലുവപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ച് വെക്കില്ലേ, അത് ഒരു പ്രത്യേക രുചിയാണ്. ഇതുകൂടെ ഇട്ട് ഞാൻ ഓഫാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലിങ്ങനെ നന്നായിട്ടുണ്ടാവും. അടച്ചു വെച്ച് കൊടുക്കാം. ആവി വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് അടച്ചു വെക്കേണ്ട. ഒരു ശകലം ഒന്ന് തുറന്ന് വെച്ചിരുന്നാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി കേട്ടോ.
ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും. ചിലരിതിന് മുമ്പേ എടുക്കും. എനിക്ക് പക്ഷെ കുറച്ച് നന്നായിട്ട് കുറുകി ഇലയിൽ ഒഴിക്കുമ്പം ഇലയിൽ നിന്ന് ഒഴുകി പോകരുത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ പുളി ഇഞ്ചി ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ അങ്ങനെ തണുക്കുമ്പോഴത്തേക്കും ആ ഒരു പരിവായിക്കോളും. ഈ റെസിപ്പി എനിക്ക് ആശയുടെ അമ്മയാണ് കേട്ടോ പറഞ്ഞു തന്നത്. കുറേ മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി കുറേ എൻ്റേതായിട്ടുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പം ഞാൻ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ. ഇത് നമുക്കിനി ഇത് കുപ്പിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഇപ്പോൾ തൽക്കാലം ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് ഞാൻ ഒരു ദിവസം മാത്രമേ പുറത്ത് വെക്കാറുള്ളൂ. ഞാൻ പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിറ്റേ ദിവസത്തേക്കാണ് ഇത് കറക്റ്റ് ടേസ്റ്റ് വരിക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്, പുറത്ത് വെക്കാറില്ല. പുറത്ത് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ വെക്കാറില്ല. എന്തെങ്കിലും കാരണവശാൽ ചീത്തയായി പോയാലോ, അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണേ. കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? നല്ല രുചിയാണ്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ചോറിന് വേറെ ഒന്നും നോക്കണ്ട, സൈഡ് ഡിഷായിട്ട് തന്നെ മതി. ഇത് നാളത്തേക്കാണ് കേട്ടോ കൂടുതലായിട്ട് രുചി ഉണ്ടാവുക. ഞാൻ ഒരു ദിവസമൊക്കെ പുറത്ത് വെക്കാറുള്ളൂ, പിന്നെ ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.